അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എ ടു സെഡ് മീഡിയ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നിസ്കാരത്തിൻ്റെ മസ്അലയുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ 7ാമത്തെ എപ്പിസോഡുമായിട്ടാണ്. മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ നിസ്കാരവും അതിൻ്റെ മഹത്വവും അത് നിർബന്ധമായ ആളുകളും ഖളാ വീട്ടുന്നതിനെ കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തിരുന്നു. ആവശ്യമുള്ളവർക്കത് ഈ വീഡിയോൻ്റെ താഴെ അതിന് ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്, ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം അത്വഹാറത്തു, ശുദ്ധീകരണം എന്ന വിഷയമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ശുദ്ധി എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തന്നെ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. തൗബ ചെയ്യുന്നവരെയും ശുദ്ധീകരണം നടത്തുന്നവരെയൊക്കെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നത് കാണാം. ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ശുദ്ധീകരണത്തിന് ഇസ്ലാം നൽകുന്ന, അല്ലെങ്കിൽ മറ്റു മതസ്ഥർ പോലും ശുദ്ധീകരണത്തിന് വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായും ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വൃത്തിയില്ലെങ്കിലുള്ള അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. വൃത്തിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും മനുഷ്യന് നന്നായി അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതോടൊപ്പം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം, മിഫ്താഹുസ് സ്വലാത്തി അത്വഹാറത്തു. നിസ്കാരത്തിൻ്റെ താക്കോലാണ് ശുദ്ധീകരണം എന്ന്. അപ്പോൾ നിസ്കാരം എന്ന് പറയുന്ന വലിയൊരു സംവിധാനം, ആ ഒരു സംവിധാനത്തിലേക്ക് കയറി ചെല്ലണമെങ്കിൽ ശുദ്ധീകരണം എന്നുള്ള ഒരു താക്കോല് വേണം. ആ താക്കോലുകൊണ്ട് നിസ്കാരം എന്ന ആ സംവിധാനത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. ശുദ്ധീകരണം ഇല്ലാതെ, ഒരു വൃത്തിയുമില്ലാതെ നമുക്ക് നിസ്കാരത്തിലേക്ക് നേരിട്ട് കടക്കാൻ പറ്റൂല. ശുദ്ധീകരണം എന്നുകൊണ്ടത് ഉദ്ദേശിക്കുന്നത് വുളൂഇനെ കുറിച്ചാണ്. വുളൂ ഒരു തരം ശുദ്ധീകരണമാണെങ്കിൽ പോലും അവയവത്തിൻ്റെ ഏകദേശം ഭാഗങ്ങൾ, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളമൊലിപ്പിച്ച് ശരിക്ക് വൃത്തിയായി കഴുകുന്ന വുളൂ എന്ന സംവിധാനം, അതാണ് ശുദ്ധീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിഫ്താഹു സ്വലാത്തി അത്വഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണമാണ് നിസ്കാരത്തിൻ്റെ താക്കോൽ. ശുദ്ധീകരണമില്ലാതെ നിസ്കാരത്തിലേക്ക് ഒരിക്കലും കടക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരിൻ. ശുദ്ധിയില്ലാതെ ഇനി ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയുമില്ല. കാരണം ശുദ്ധീകരണം ആവശ്യമായ, നിർബന്ധ ഘടകമായി പരിഗണിക്കാവുന്ന ഒരു സ്ഥലമാണ് നിസ്കാരം. അപ്പോൾ ശുദ്ധീകരണത്തിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. അത്രത്തോളം വുളൂ എന്ന പേരുള്ള ഈ ശുദ്ധീകരണം ഇല്ലാതെ നിസ്കാരത്തിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റൂല. നിസ്കാരം മാത്രമല്ല, പല സംവിധാനങ്ങളും വുളൂഇനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ അടുത്ത വീഡിയോകളിലൂടെ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ നിസ്കാരം സഹീഹാകണമെങ്കിൽ, സ്വീകരിക്കപ്പെടണമെങ്കിൽ ശുദ്ധീകരണമാകുന്ന വുളൂ നമുക്ക് അത്യാവശ്യമാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വയുഹിബ്ബുൽ മുതതഹിരീൻ. ശുദ്ധിയുള്ളവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ശുദ്ധി ഉണ്ടെങ്കിലേ ഇഷ്ടപ്പെടാൻ കഴിയുള്ളൂ. അത് സ്വാഭാവികമായി നമ്മൾക്കിടയിൽ തന്നെ, ആളുകൾക്കിടയിൽ തന്നെ നമുക്ക് പരസ്പരം ശുദ്ധിയില്ലെങ്കിൽ നമുക്ക് തന്നെ വെറുപ്പ് വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി നമ്മൾ ശുദ്ധീകരണത്തിന് വലിയ സ്ഥാനം കൊടുക്കണം. ഇന്ന് സാഹചര്യം നമുക്കൊക്കെ അറിയാം, കോവിഡ് വളരെയധികം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നഊദു ബില്ലാഹ്. നമ്മൾ ശുദ്ധീകരണം, കയ്യും മുഖവും എല്ലാം, കണ്ണൊക്കെ നമ്മൾ വളരെയധികം
വൃത്തിയോടെ സോപ്പ് ഉപയോഗിച്ച് കഴുകണം എന്നുള്ള നിർദ്ദേശമാണ് ഇന്ന് സർക്കാരും മറ്റും എല്ലാ വൃത്തങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ശുദ്ധീകരണത്തിന് ഇസ്ലാം നൽകിയ സ്ഥാനത്തിൻ്റെ മഹത്വം ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതൊരു മതസ്ഥനും കഴിയും. നമ്മുടെ പള്ളികളൊക്കെ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും വുളൂഇൻ്റെ മഹാത്മ്യം അല്ലെങ്കിൽ വുളൂഇൻ്റെ ആ പവർ ഇന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു എന്നതാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഈ മഹാമാരിയിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. നമ്മെയും നാവുമായി ബന്ധപ്പെട്ടവരെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ കൂട്ടുകാരെയും നാവുമായി ബന്ധപ്പെട്ടവരെയും നമ്മുടെ നാടിനെ തന്നെ അള്ളാഹു ഈ മഹാമാരിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ രേഖപ്പെടുത്തണം, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി അറിയിക്കണം. മറ്റുള്ളവരിലേക്കും കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് അവർക്ക് കൂടി പഠിക്കാനുള്ളൊരവസരമാക്കി നിങ്ങളിതിനെ ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വുളൂഉം നമ്മുടെ നിസ്കാരങ്ങളും മറ്റുള്ള കർമ്മങ്ങളൊക്കെ എല്ലാവിധ പോരായ്മകളും ന്യൂനതകളും മാറ്റി ഒഴിവാക്കി കബൂൽ ചെയ്ത് സ്വീകരിക്കുമാറാകട്ടെ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.